നമ്മുടെ പൂക്കളുടെ രാജകുമാരനിത നമ്മുടെ ഇടയിൽ കടന്നു വരുന്നു. എം സ്വരാജിന്റെ ഭാഷയും ശൈലിയും തനിക്ക് പോലും അസൂയുണ്ടാക്കുന്നത് എന്ന KR മീര. അദ്ദേഹത്തിൻ്റെ ഭാഷയും ശൈലിയും ഈ ഒരു പ്രശ്നങ്ങളിൽ പറ്റി സംസാരിക്കുമ്പോഴുള്ള കൃത്യതയും വ്യക്തതയും ഒക്കെ എഴുത്തുകാരി എന്ന നിലയിൽ എനിക്ക് പോലും അസൂയയുണ്ടാക്കുന്നതാണ്. കാരണം ഈ എഴുത്തുകാരുടെ ഒരു ആഗ്രഹം നമ്മൾ എഴുതുന്നതെല്ലാം വായനക്കാരുടെ മനസ്സിൽ തൊടണമെന്നുള്ളതാണ്. പക്ഷേ എഴുത്തിൻ്റെ മർമ്മമാകട്ടെ എഴുതുന്ന ആളിൻ്റെ ബോധ്യത്തിൽ നിന്ന് വരുന്നതല്ലെങ്കിൽ വായിക്കുന്ന ആളുകളുടെ മനസ്സിൽ തൊടുകയേയില്ല. ഈ ഒരു മർമ്മം, ഈ ഒരു സത്യം വ്യക്തമായി കാണുന്നത് സ്വരാജിൻ്റെ പ്രഭാഷണങ്ങളിലും സ്വരാജിൻ്റെ പ്രതികരണങ്ങളിലും എഴുത്തിലുമൊക്കെയാണെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മംഗലശ്ശേരി നീലകണ്ഠനും അയ്യപ്പൻ കോശിയുമായി പഞ്ച് ഡയലോഗ് അടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തനാണ് എം സ്വരാജ് എന്ന് മീര. എം സ്വരാജ് നിയമസഭയിലെത്തണമെന്നും കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും എം സ്വരാജുമാർ നിറഞ്ഞു നിൽക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും KR മീര പറഞ്ഞു. തർക്കിക്കാനും ജയിക്കാനും വേണ്ടിയല്ലാതെ അറിയാനും അറിയിക്കാനും വേണ്ടി ചിലർ നമുക്കിടയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അത് ഈ കാലം ആവശ്യപ്പെടുന്നുണ്ട്. നിയമസഭയിലും അങ്ങനെയുള്ളവരുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്, അറിയാനും അറിയിക്കാനും. സ്വരാജിനെ സ്വരാജാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ചുറ്റുപാടിനും അധ്യാപകർക്കും സഹപാഠികൾക്കുമെല്ലാം വലിയ പങ്കുണ്ട് എന്നും മീര. സ്വരാജിനെ സ്വരാജാക്കുന്നതിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള സമൂഹത്തിനും അദ്ദേഹം പഠിച്ച സ്കൂളിനും അദ്ദേഹത്തിൻ്റെ അധ്യാപകർക്കും അദ്ദേഹത്തോടൊപ്പം വിദ്യാഭ്യാസർക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ചിലരുടെ സംഭാഷണങ്ങൾ കേൾക്കാനിടയായി. അതായത് സ്വരാജ് സ്വയം വളരുന്നതിനോടൊപ്പം അവരുടെ വളർച്ച കൂടി ഉറപ്പാക്കി എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ കേട്ടു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ജനാധിപത്യത്തിന്റെ വലിയ ദൗത്യം നിറവേറ്റാൻ സ്വരാജ് സഭയിലുണ്ടാകേണ്ടത് സ്വരാജിനേക്കാളേറെ നിലമ്പൂരിന്റെ ആവശ്യമാണെന്നും KR മീര പ്രശംസിച്ചു. ജനാധിപത്യത്തിൻ്റെ ആ ഒരു വലിയൊരു ദൗത്യം നിറവേറ്റാൻ സ്വരാജ് നിയമസഭയിലുണ്ടാകേണ്ടത് സ്വരാജിൻ്റെ ആവശ്യത്തെക്കാളേറെ നിലമ്പൂരിൻ്റെ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. LDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിച്ച നിലമ്പൂരിലെ വോട്ടർമാർക്കും നന്ദി പറഞ്ഞാണ് KR മീര ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത്. എൻ്റെ വോട്ട് ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സ്വരാജിനായിരുന്നു ചെയ്യുമായിരുന്നു. അത് പറയാൻ എനിക്കൊരു വിഷമവുമില്ല. കാരണം ആ ഒരു പ്രതീക്ഷ, പിന്നെ നാളെ അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് പശ്ചാത്തപിക്കാനൊരു അവസരം സ്വരാജ് ഉണ്ടാക്കുകയില്ല എന്ന ഒരു ഉറപ്പ് എനിക്കുണ്ട്. സ്വരാജിന്റെ ആദ്യ സ്കൂളിലെ പ്രഥമാധ്യാപകനാണ് പൂക്കൾ നൽകി സ്ഥാനാർത്ഥിയെ വേദിയിലേക്ക് സ്വീകരിച്ചത്. പൂക്കളുടെ രാജകുമാരനെ സ്വീകരിക്കുകയാണ്. ചെറിയ കാലയളവിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് എങ്കിലും നിസാരവൽക്കരിച്ച് കാണരുത് എന്നും നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും മാത്രമല്ല നിമിഷങ്ങളും പ്രധാനപ്പെട്ടതാണ് എന്നും എം സ്വരാജും പറഞ്ഞു. വലിയ മഹാമാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും പൂർത്തിയാക്കാനും സാധിക്കാതെ പോയാലും ചില പുതിയ ചുവടുവയ്പ്പുകൾ നമുക്ക് സാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. 1000 കാതം നീണ്ടു നിൽക്കുന്ന യാത്രയും ആരംഭിക്കുന്നത് ഒരു ചുവടുവയ്പ്പിൽ നിന്നാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് പുതിയ ചില തുടക്കങ്ങൾ കുറിക്കാൻ നമുക്ക് സാധിച്ചേക്കും. ഒടുവിൽ എല്ലാവരും ഒരുമിച്ച് ഒരു സെൽഫിയും എടുത്ത് പരിപാടിക്ക് സമാപനം. മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.